നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. സ്വർണമാലയ്ക്ക് വേണ്ടി അമ്മയെ കൊലപ്പെടുത്തിയത് ഇളയ മകനെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ആയവന കുഴുമ്പിത്തടുത്ത് വടക്കേക്കരയിൽ കൗസല്യയെ മകൻ ജിജോ ഞായറാഴ്ചയാണ് കൊലപ്പെടുത്തിയത്. വയോധികയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ ഇളയ മകൻ പ്രതിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ആയവന കുഴുമ്പിത്താഴത്ത് വടക്കേക്കര പരേതനായ ഭാസ്കരന്റെ ഭാര്യ കൌസല്യയെ കൊലപ്പെടുത്തിയ കേസിൽ കൌസല്യയുടെ ഇളയ മകൻ ജിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 7:30 കൌസല്യയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൌസല്യയെ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് മക്കളായ സിജോയും ജിജോയും പ്രദേശവാസികളെയും ബന്ധുക്കളെയും അറിയിച്ചത്. ഹൃദ്രോഗിയായിരുന്ന കൌസല്യയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത്. തുടർന്ന് പഞ്ചായത്ത് അംഗം രഹന സോബിൻ മരണം സ്ഥിരീകരിക്കുന്നതിനായി കല്ലോർക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിക്കുകയായിരുന്നു. ഡോക്ടറെത്തി കൌസല്യയെ പരിശോധിച്ചപ്പോൾ കഴുത്തിലെ പാടുകളും രക്തം കട്ടപിടിച്ച പാടും കണ്ടതോടെ കൊലപാതകമാണെന്ന സംശയം ഉയരുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. മക്കളായ സിജോയെയും ജിജോയെയും അന്വേഷണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഇളയ മകൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അമ്മ ധരിച്ചിരുന്ന 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയാണ് കൊലപാതകമെന്നാണ് ജിജോ പോലീസിന് നൽകിയ മൊഴിയെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്ര ഉള്ളിലുള്ള ഒരു സ്ഥലമായതുകൊണ്ടും മറ്റും ആദ്യം നമ്മൾ ഈ കുടുംബാംഗങ്ങളെ സാധാരണ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഇവരുടെ ഇളയാളുടെ മൊഴിയിൽ കാണപ്പെടുകയുണ്ടായി. അതനുസരിച്ച് നമ്മൾ അന്വേഷണം നടത്തി. അതായത് ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രീ സജിൻ ശശിയാണ് ഇൻക്വസ്റ്റ് ചെയ്തത്. ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മൂക്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് നഖം കൊണ്ട മാടാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ എന്നാൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് കയ്യിൽ നഖം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. കൂടാതെ ഈ സ്ട്രാങ്കുലേഷൻ ചെയ്യുന്ന കൂടാതെ മുഖം ഇങ്ങനെ പ്രസ് ചെയ്തിരുന്നു അതിന് ശേഷം. അപ്പോൾ പ്രസ് ചെയ്തപ്പം ഈ മൂക്കിൻ്റെ അറ്റത്ത് നഖം കൊണ്ട് ചെറിയ മുറിവുണ്ടായി. അപ്പോൾ നമ്മളത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മൂത്തയാളുടെ കയ്യിൽ അങ്ങനെ നഖങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇളയാളുടെ കയ്യിൽ നല്ല നഖമുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ ഇളയാളുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വന്നത് രാവിലെ 8 മണിക്ക് വന്നിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് 7 മണിക്ക് സഹോദരൻ്റെ കൂടെ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വന്നതെന്നാണ് നമുക്ക് തന്ന മൊഴിയിൽ. എന്നാൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഈ വീടിൻ്റെ പടിഞ്ഞാറേ വഴി കൂടെയാണ് വീട്ടിലേക്ക് വന്നതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിലും വീട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതിൽ ഈ വീടിൻ്റെ കിഴക്ക് സൈഡിൽ അതൊരു ഇടത്തുണ്ടാണ്. ആ ഇടത്തുണ്ടിൽ കൂടെ ഈ വീട്ടിലേക്ക് നടന്നു വരാം. ആ ഇടത്തോട്ടിൻ്റെ അപ്പുറം റബ്ബർ തോട്ടത്തിൽ ഒരു ബൈക്ക് അകത്തേക്ക് കയറ്റി വെച്ച നിലയിൽ കണ്ടതായിട്ട് ഒരു മൊഴി നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പം ആ ബൈക്ക് ഈ ഇളയാളുടെ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ആ ഇളയാളപ്പം നമുക്ക് നൽകിയ മൊഴി അത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതനുസരിച്ച് നമ്മൾ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പം വീണ്ടും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ഇയാൾക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മറ്റ് സമയമായിട്ടുള്ള സാക്ഷിമൊഴികളും മറ്റും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇളയാൾ കുറ്റം സമ്മതിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. കഴുത്തിൽ ഷാളിട്ട് മുറിക്കാണ് ജിജോ കൊല നടത്തിയതെന്നും കൊലയ്ക്കുപയോഗിച്ച ഷാളും കൌസല്യയുടെ 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും പോലീസ് കണ്ടെടുത്തു. രാവിലെ 8 മണിക്ക് വീട്ടിൽ വന്നിരുന്നു. 8 മണിക്ക് വന്ന് അമ്മയോട് മാല ചോദിച്ചിരുന്നു. അമ്മയുടെ കഴുത്തിലൊരു 3 പവൻ്റെ മാലയുണ്ടായിരുന്നു. മാല പണയം വെക്കാൻ ചോദിച്ചു. എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മ കൊടുത്തില്ല. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് ഇയാൾ പർപ്പസ്ഫുള്ളി ഒരു കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത്. ഒരു ഷോളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അടിവാട് വീട്ടിൽ നിന്ന് അവിടുന്ന് പ്രിപ്പറേഷനായിട്ടാണ് വന്നത്. ഒരു ഷോള് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഈ ബൈക്ക് കൊണ്ട് റബ്ബർ തോട്ടത്തിൽ ആരും കാണാതെ കയറ്റി വെച്ചിട്ട് വൈകുന്നേരം 5 മണിയോടുകൂടി എന്നിട്ട് ഇടത്തോണ്ട് വഴി നടന്നു വന്നു. ഇടത്തോണ്ട് വഴി ആദ്യം നടന്നു വന്നാൽ ആരും കാണില്ല. ഈ സമയത്തൊന്നും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടത്തോണ്ട് വഴി വന്നാൽ ആരും കാണില്ല. അങ്ങനെ ഇടത്തോണ്ട് വഴിയാണ് 5 മണിക്ക് ഈ വീട്ടിൽ അനിയനെത്തുന്നത്. എത്തിയതിന് ശേഷം അമ്മയോട് വീണ്ടും മാല ചോദിച്ചു. മാല കൊടുത്തില്ല. അമ്മയുടെ മുറിയിൽ ഈ അലമാരിയിൽ തുണി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കാൻ വന്നപ്പോഴത്തോടെ പെട്ടെന്ന് തന്നെ ഷാളിട്ട് പുറകിൽ നിന്ന് ഷോളിട്ട് കഴുത്തം മുറുക്കി പട്ടം മുറുക്കി
മുറിക്കുമ്പോൾ അമ്മ നിലത്തോട്ട് വീണു. നിലത്ത് വീണ് അമ്മയുടെ അടുത്ത് കട്ടിലേക്ക് കിടത്തി നല്ലോണം മുറുക്കി. അതിനുശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് അങ്ങനെ മരണം ഉറപ്പാക്കിയതിന് ശേഷം മാല എടുത്തിട്ട് പോവുകയായിരുന്നു. നമ്മൾ അന്വേഷണത്തിൽ ഇയാൾ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഷോൾ അവിടെ കാളിയാർ പുഴയിൽ കൊണ്ട് കളഞ്ഞിരുന്നു. അത് നമ്മൾ അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. മാല ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു, അതും നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50,000 രൂപ ഇവനാണ് നോമിനേറ്റ് ഉണ്ടായിരുന്നത്, പ്രതി തന്നെ. അപ്പോൾ ആള് അമ്മേനെ കൊന്നു കഴിഞ്ഞാൽ 50,000 രൂപ കൂടിയും മാല കൂടാതെ അവന് കിട്ടുന്നുള്ള ഒരു ഇതും കൂടി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതും കൂടി ആസ്വാദനം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസിന്റെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് പോലീസ് ഇൻസ്പെക്ടർ രവി സന്തോഷ്, പോത്താനിക്കാട് ഇൻസ്പെക്ടർ സജിൻ ശശി, കുട്ടമ്പുഴ ഇൻസ്പെക്ടർ ഷൈൻ, അനിൽകുമാർ CB, അബ്ദുൾ റഹ്മാൻ, ബഷീർ, എഡിസൺ മാത്യു, ഗിരീഷ് കുമാർ, മുഹമ്മദ് ഹാരിസ്, നൌഷാദ് KM, GB സുജിത്ത്, ബിനു KR, അഷറഫ് CM, അഫ്സൽ കോയ, നൌഫൽ, ബോബി എബ്രഹാം, എൽദോസ് വർഗീസ്, തുസാലി, സഫിയ, മനോജ് MS, ഗിരീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾക്കായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. UK-യിലുള്ള മകൾ മഞ്ജു നാട്ടിൽ എത്തിയതിനു ശേഷമാകും സംസ്കാരം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.